നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെ നീ എന്റെ അനിയത്തിയാണെന്നുള്ള ബന്ധമൊക്കെ ഞാൻ മറക്കും. നിന്റെ ഈ കഴുത്തിലിരിക്കുന്ന എന്റെ കൈയൊന്ന് ഞാൻ അമർത്തിയാ നിന്റെ കൊരവള്ളി പൊട്ടിയിട്ട് ഞാൻ തിരിച്ചെടുക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞോണം. ധനുഷിനെ കുറിച്ച് അവൾ അറിഞ്ഞതൊക്കെ അച്ഛനോടോ നന്ദേട്ടനോടോ രഹസ്യമായി പറഞ്ഞിട്ട് താൽക്കാലികമായി ഈ വിവാഹം നിർത്തിവെച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം അവൾ എന്തൊക്കെയാ കാണിച്ചത്? ആളുകളുടെ മുന്നിൽ വെച്ച് വലിയ ഷോ അല്ലായിരുന്നോ? കേട്ടവരെന്താ പറഞ്ഞെന്നറിയോ? നെല്ലിശ്ശേരിയിലെ കുട്ടിക്ക് നല്ലവനെയും ശരിയല്ലാത്തവനെയും ഒന്നും തിരഞ്ഞെടുക്കാൻ അറിയില്ലെന്ന്. അതൊക്കെ പറയിപ്പിച്ചത് അർച്ചനയല്ലേ? ധനുഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുക. അവൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കാൻ. അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ നമ്മള് അവനോട് ചെയ്തത് വലിയ ദ്രോഹമായി പോയില്ലേ മോളെ? ഏടത്തിക്കറിയാം മോള് അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെയാ തിരിച്ചും. ധനുഷും മോളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിനക്ക് അവനോടൊപ്പം ജീവിക്കാൻ വിധിയില്ലാന്ന് കരുതിയാ മതി. അല്ലെങ്കിൽ അർച്ചന അങ്ങനെ വരുത്തി തീർത്തു എന്ന് പറയുന്നതാ കൂടുതൽ ശരി. എനിക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഇനി അഥവാ അവൻ കുറ്റക്കാരനല്ലെന്ന് നാളെ ഒരു സമയം എല്ലാവർക്കും ബോധ്യമായ എന്റെ കുഞ്ഞിന് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവണേന്ന്. ഇനി ഏട്ടത്തി ഓരോന്ന് പറഞ്ഞു മോളെ വിഷമിപ്പിക്കുന്നില്ല. മോള് കുറച്ചേരം ഒറ്റയ്ക്കിരിക്കുക, നടന്നൊക്കെ മറക്കാൻ ശ്രമിക്കുക. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഇറങ്ങിയതാണല്ലേ? ഞാൻ സ്നേഹം ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നതാ. ആഹാ, ആശ്വസിപ്പിക്കാൻ പറ്റിയ ആള് തന്നെ. കാമുകൻ ജയിലിലായ വിഷമത്തിലുള്ള ചേച്ചിയാണോ ആശ്വസിപ്പിക്കാൻ പോയത്? അല്ല, ഇനി ചേച്ചിയെ ആര് ആശ്വസിപ്പിക്കും? ഒന്ന് നിന്നേ. ഇന്നൊരു തലനാഴിരക്കാ ചേച്ചി രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടതല്ല, അർച്ചനേട്ടത്തി രക്ഷപ്പെടുത്തിന്ന് വേണം പറയാൻ. ഇനിയെങ്കിലും മര്യാദക്ക് ജീവിച്ച ചേച്ചിക്ക് കൊള്ളാം. എപ്പോഴും ഇന്നത്തെ പോലെ സൗജന്യം കിട്ടിയെന്ന് വരില്ല. അങ്ങനൊരു സൗജന്യം അവന്തികയ്ക്ക് ആവശ്യമില്ലെങ്കിലോ? അങ്ങനെ അർച്ചന സഹായിച്ചിട്ട് അവന്തികയ്ക്ക് ജീവിക്കണ്ട. നിങ്ങളും ധനുഷും തമ്മില് ശരിയല്ലാത്തൊരു ബന്ധം ഉണ്ടെന്നേ ഏട്ടത്തിക്ക് അറിയാവൂ. ആ ബന്ധത്തില് നിങ്ങൾ പ്രഗ്നന്റ് ആയ കാര്യം ഏട്ടത്തിക്ക് അറിയില്ല. ഇനിയും ചേച്ചി കുടുംബത്തെ തകർക്കാൻ നോക്കിയാ ഞാൻ തന്നെ അത് അർച്ചന ഏട്ടത്തിയോട് പറയേണ്ടി വരും. കുറെ നാളായി നീ ഇതും പറഞ്ഞെന്നെ ഭീഷണിപ്പെടുത്തുന്നു. കണ്ടതും കേട്ടതും മനസ്സിലുള്ളതും നിന്റെ മനസ്സിൽ തന്നെ അങ്ങ് കുഴിച്ചു മൂടിക്കോണം. അല്ലാതെ അതൊക്കെ ആരുടെയെങ്കിലും കാതിലെത്തിച്ച പിന്നെ നീ എന്റെ അനിയത്തിയാണെന്നുള്ള ബന്ധമൊക്കെ ഞാൻ അങ്ങ് മറക്കും. നിന്റെ ഈ കഴുത്തിലിരിക്കുന്ന എന്റെ കൈയൊന്ന് ഞാൻ അമർത്തിയാ നിന്റെ കൊരവള്ളി പൊട്ടിയിട്ട് ഞാൻ തിരിച്ചെടുക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞോണം.
അല്ലെങ്കിൽ ഇതിങ്ങനെ അത്യാവശ്യമായിട്ട് ആലോചിച്ചാൽ ഒന്നും അങ്ങോട്ട് ഓർമ്മ വരില്ല. ആ കഴിഞ്ഞ 8-9 മാസമായിട്ട് ആലോചിച്ചിട്ട് കിട്ടാത്ത കാര്യമാണോ ഇന്ന് രാത്രി കൊണ്ട് സന്ദീപ് കണ്ടുപിടിക്കാൻ പോകുന്നത്? മോളാണെങ്കിലും മോനാണെങ്കിലും നല്ലൊരു പേര് വേണം, എനിക്കത്രേ ഉള്ളൂ. സെർച്ച് ചെയ്താൽ നല്ല പേരൊക്കെ കിട്ടും, പക്ഷേ അതിനൊരു സുഖമില്ല. ആ നമുക്ക് തന്നെ ഒരു പേര് കണ്ടുപിടിക്കണം. ന്യൂമറോളജി ഏത് ആൽഫബറ്റിൽ തുടങ്ങാമെന്നൊക്കെ വെച്ച് ആലോചിക്കാം. മോളാണെങ്കിൽ നല്ല ഉഗ്രനൊരു പേരുണ്ടായിരുന്നു, പക്ഷേ അതിട്ടാ ശരിയാവില്ല. എനിക്കതിടാനാ ഇഷ്ടം. ആ, അതെന്താ ശരിയാവാത്ത? സന്ദീപിന് ഇഷ്ടപ്പെട്ട ഏത് പേരാണെങ്കിലും പറഞ്ഞു. എന്നാലും അത് ശരിയാവില്ല. ആ ശരിയാവില്ലെങ്കിൽ വേണ്ട. എങ്കിലേ ആ ഉഗ്രം പേരൊന്ന് പറ. അത്രയും ഇഷ്ടപ്പെട്ട പേര് ഞാനൊന്ന് കേക്കട്ടെ. വേണ്ടെന്നേ. പറയേ, പറ പ്ലീസ്, കേക്കട്ടെ. പറയട്ടെ. പറയേ. പറയണേ. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ആ പറയേ. ആതിര. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഓ, അമ്മയുടെ പേര് തന്നെയാണോ മോക്കിടുന്നേ? അതല്ലേ ഞാൻ ശരിയാവില്ലെന്ന് ആദ്യം പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ട പേര് ആതിര ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലേ ജനിക്കുന്നത് മോനാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട സന്ദീപ് എന്ന് പേരിട്ടാലോ? അയ്യ, അതെ, താൻ ഇങ്ങനെ തമാശ പറഞ്ഞിരിക്കാൻ നമ്മുടെ കുഞ്ഞിന് നല്ലൊരു പേര് പറയും. ആദ്യം തമാശ പറഞ്ഞു തരാ ഞാനാണോ? ആ സ്വന്തമായിട്ടൊക്കെ കണ്ടുപിടിച്ചാ മതി. ഓ, ഞാൻ കണ്ടുപിടിച്ചോ. സന്ദീപ് ആതിര. സന്ദീപിൽ നിന്ന് സായും ദായും എടുത്ത സന്ത. സന്ത സന്ദേശ്. സന്ദേശ്. അത് വേണ്ടല്ലേ? എങ്കിനി തന്റെ പേര് നോക്കാം. ആതിര. ആതിര. ആദി. ആദിത്യൻ. ആദി എന്ന് വിളിക്കാം. യെസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.